അതായത് വലിയ സമ്പത്തൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പിന്നെ വളരെ ആറ്റുനോറ്റ് ആശിച്ച് മോഹിച്ച് ഒരു നല്ലൊരു കാറ് അയാൾ മേടിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അയാൾ ചില മാസികകളിലൊക്കെ വരുന്ന അയാൾ ഇഷ്ടപ്പെടുന്ന ആ കാറിന്റെ ചിത്രങ്ങളൊക്കെ വെട്ടി അയാൾ റൂമിലെ ഭിത്തിയിലൊക്കെ ഒട്ടിക്കുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന നല്ല നല്ല അയാൾ ഇഷ്ടപ്പെടുന്ന ആ കാറിന്റെ ഫോട്ടോയൊക്കെ അയാൾ സേവ് ചെയ്ത് വെക്കുന്നു. അങ്ങനെയൊക്കെ ആയിട്ട് അയാളുടെ ആഗ്രഹത്തെ മനസ്സിലിട്ട് ഏറെ കാലത്ത് ആലോചിച്ച് അതിനുവേണ്ടിയിട്ട് അയാൾ അതികഠിനാധ്വാനം ചെയ്ത് ആ കാറ് വിൽക്കുന്ന കടയുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ഒന്ന് കയറി ചെന്ന് ആ കാറെ ഒന്ന് തൂത്ത് തലോടി അതിന്റെ ഡോറൊക്കെ തുറന്നു നോക്കി. പ്രിയപ്പെട്ടവരെ, ഇത്രയെല്ലാം കാത്തിരുന്ന് കഷ്ടപ്പെട്ട് ആ വാഹനം സ്വന്തമാക്കി കഴിയുമ്പോൾ ആദ്യമൊക്കെ അയാള് വണ്ടി കഴുകുന്നു, തുടയ്ക്കുന്നു, ഒരു പൊടി പോലും പറ്റാതെ ടയറിന്റെ ചെളി പോലും പറ്റാത്ത രീതിയിലൊക്കെ വളരെ കെയറിംഗ് ആയിട്ട് കൊണ്ടു നടക്കുന്നു. ഇത് ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസം കഴിഞ്ഞു, ഒരു വർഷം കഴിഞ്ഞു. പതുക്കെ പതുക്കെ അയാൾക്ക് ആ വാഹനത്തിലുള്ള ആ ഇമ്പവും കമ്പവും ഒക്കെ കുറയാൻ തുടങ്ങും. അതിനുള്ള ശ്രദ്ധയും അതിനോടുള്ള പരിപാലനയൊക്കെ കുറയാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, ഈ പ്രണയിച്ച് വിവാഹം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുക. പ്രണയിച്ചിരുന്ന കാലത്ത് അവൻ പ്രണയിക്കുന്ന ആ പെൺകുട്ടിക്ക് കൊടുക്കുന്ന ആ കെയറിങ്ങും ആ കരുതലും ആ ഒരു എന്താ പറയുക എപ്പോഴും അവളോടുള്ള ആ സംസാരവും അവൾക്ക് ആവശ്യമുള്ളവരെ മേടിച്ചു കൊടുക്കുന്നതും ഇതൊക്കെ അങ്ങ് മാറി വിവാഹം കഴിഞ്ഞ് അവൾ തന്റെ ജീവിതത്തിലേക്ക് തന്റെ കുടുംബത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് തന്റെ സ്വന്തമായി കഴിഞ്ഞു കഴിയുമ്പോൾ ഇയാളുടെ മനസ്സിൽ ആ വ്യക്തിയുടെ മനസ്സിൽ ആദ്യം ഉണ്ടായിരുന്ന അവളിലുണ്ടായിരുന്ന കമ്പവും ഇമ്പവും ഒക്കെ അങ്ങ് പോകും. മനസ്സിലായോ? പിന്നെ അവള് ആ പുതുമയൊക്കെ നഷ്ടപ്പെട്ട് അവളൊരു പഴയതിന് തുല്യമായ ഒരു അവസ്ഥയിലേക്ക് വരിക. ഇത് ഉൾക്കൊള്ളാൻ പറ്റാത്ത, ഇത് സഹിക്കാൻ പറ്റാത്ത ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്കത് ഏറ്റവും വലിയൊരു വേദനയാണ്. ഇവിടെയാണ് ഈ പ്രണയ വിവാഹ ബന്ധങ്ങളിൽ തകർച്ചകൾ ആരംഭിക്കാൻ തുടങ്ങുന്നത്, തകർച്ചകൾ ഉടലെടുക്കുന്നത്.